അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 29/8/2025 മുജ്തമഉൽ ഇൽം എന്ന ശീർഷകത്തിൽ സമൂഹം വിജ്ഞാനമുള്ളവരാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അവൻ വിജ്ഞാനം നൽകും. വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ആദ്യാക്ഷരങ്ങളുടെ അരുളപ്പാടുകളായി അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത 5 വിശുദ്ധ വാക്യങ്ങൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വിജ്ഞാനം, അറിവ് അത് എത്രമാത്രം മഹത്തരമാണ്, ഒരു സമൂഹത്തിൽ അത് ഏറെ അനിവാര്യമാണ് എന്ന് തെര്യപ്പെടുത്തുന്നതാണ് ഈ ആയത്തുകൾ. വിജ്ഞാനം ഉള്ള സമൂഹം സംസ്കാര സമ്പന്നരാകും. അവർക്ക് ഉന്നതങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കും. അറിവ്, വിജ്ഞാനം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ അനന്തരസ്വത്തായി ഗുരുനാഥന്മാർക്കും വിദ്യാർത്ഥികൾക്കും നൽകുന്ന അമൂല്യ സ്വത്താണ്. അവർ അവരുടെ ബുദ്ധിയും ചിന്തയും വികസിപ്പിക്കുകയാണ്. അവർ ഏറ്റവും നല്ല സംസ്കാരത്തിൻ്റെ ഉടമകളാകുകയാണ്. അവർക്ക് സമൂഹത്തിൽ ഏറെ സ്ഥാനവും പദവിയും ഉണ്ട്. ഖുർആൻ ചോദിച്ചില്ലേ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ, തങ്ങൾ പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? ഒരിക്കലും അവർ സമമല്ല. അറിവ് എന്ന് പറയുന്നത് അത് സംസ്കരണമാണ്, ശുദ്ധീകരണമാണ്, ആ സമൂഹത്തിന് വെളിച്ചമാണ്, അവരുടെ എല്ലാ പുരോഗതിയുടെയും നിദാനമാണ്. അവർ അറിവുള്ളവരായതുകൊണ്ടിട്ട് അവർക്ക് പുരോഗമിക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് വിജ്ഞാനം സമ്പാദിക്കാൻ അറിവിൻ്റെ നാനാ തുറകളും നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുകയാണ്. എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ ഇന്ന് ലഭ്യമാണ്. ആ അറിവ് നേടിയവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കലും വലിയ സ്ഥാനമാണുള്ളത്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. വിശ്വാസം ഉൾക്കൊണ്ടവർക്കും അറിവ് നേടിയവർക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമുണ്ട്, പദവിയുണ്ട്. അറിവും വിവരവും ഉള്ള സമൂഹം അവർ നന്മയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കും. അവർ എപ്പോഴും പുരോഗതിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും. ഒരധ്യാപകൻ അവൻ്റെ മുമ്പിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല വിജ്ഞാനം പകർന്നു കൊടുക്കുകയാണ്. ആ വിജ്ഞാനം ലഭിക്കുന്ന വിദ്യാർത്ഥി കഠിനാധ്വാനിയായിക്കൊണ്ട് പരിശ്രമിച്ച് പഠിക്കുകയാണ്. അവൻ്റെ കുടുംബം അവനെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു വിദ്യാർത്ഥി ഒരു ഗുരുനാഥൻ്റെ മുന്നിലെത്തുമ്പോൾ അത് ഒരു അമാനത്ത് സ്വത്തായിട്ട് അവൻ കാണണം. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. ആ അമാനത്ത് സ്വത്ത്, സൂക്ഷിപ്പ് സ്വത്ത് ഏറ്റവും ഭംഗിയായി അവർ കൈകാര്യം ചെയ്യണം. അവരെ ചിതറിയ ചിന്തകളിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടുത്തണം. ഏറ്റവും നല്ല മൂല്യങ്ങളും സംസ്കാരങ്ങളും അവർക്ക് പകർന്നു കൊടുക്കണം. അവരുടെ ബുദ്ധിയെ, ചിന്തയെ ഒക്കെ വികസിപ്പിക്കുന്ന ആ ഓർമ്മപ്പെടുത്തലുകൾ ഗുരുനാഥൻ്റെ പക്കൽ നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കണം. നല്ല മൂല്യങ്ങൾ, നല്ല സംസ്കാരങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കണം. ആ അധ്യാപകൻ അവരുടെ വിജ്ഞാനവും പരിപോഷിപ്പിക്കാനും അത് പുരോഗമിപ്പിക്കാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അവർ പുതിയ കാലഘട്ടത്തിൽ ലഭ്യമായ സൗകര്യങ്ങളൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. ഏറ്റവും നല്ല പഠന ശൈലികൾ അവർക്കുണ്ടാകണം. നബിതങ്ങൾ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിന. നിങ്ങൾ ആരൊരാൾ ഒരു ജോലി ചെയ്യുന്നുവോ അത് ഏറ്റവും ഭംഗിയായി ചെയ്യൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. വിദ്യാർത്ഥി സംസ്കാര സമ്പന്നനാവണം. അവൻ്റെ
പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളുമൊക്കെ ഏറ്റവും നന്നായിരിക്കണം. അധ്യാപകനോ അവർക്ക് റോൾ മോഡലാവണം. അയാളിൽ നിന്ന് കണ്ടുപഠിക്കണം അവർ കേട്ടുപഠിക്കുന്നതിനേക്കാൾ കൂടുതലായിക്കൊണ്ട്. അവർ ആ അധ്യാപകനെ റോൾ മോഡലായി കാണണം. സന്താനങ്ങൾ പഠനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അവരുടെ കുടുംബം, മാതാപിതാക്കൾ അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പറഞ്ഞയക്കണം. വഅസ്ലിഹ് ലീ ഫീ ദുർരിയത്തി, അല്ലാഹുവേ എൻ്റെ സന്താനങ്ങളിൽ നീ എല്ലാ നന്മയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏതു വിഷമകരമായ കാര്യവും അവരുടെ മുമ്പിൽ അത് എളുപ്പമായിത്തീരും. അവരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അവർക്ക് പുരോഗതി പ്രാപിക്കാൻ അല്ലാഹു തആല വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യും. വിദ്യാർത്ഥി എപ്പോഴും കാര്യഗൗരവത്തോടുകൂടി ചിന്തിക്കണം. അവൻ വിജ്ഞാന സമ്പാദന വഴിയിലാണ് ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ളത്. അവന് കിട്ടുന്ന ഈ അവസരം അവൻ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണം. ഏറ്റവും നല്ല കലാലയങ്ങൾ അവൻ്റെ മുമ്പിൽ ഇവിടുത്തെ ഗവൺമെൻറ് സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. പഠിക്കാൻ പറ്റുന്ന അതിൻ്റെ എല്ലാ ചക്രവാളങ്ങളും അവൻ്റെ മുമ്പിൽ തുറന്നു വെച്ചു കൊടുക്കുകയാണ്. കിട്ടാവുന്നതിൽ ഏറ്റവും പ്രാപ്തരായ അധ്യാപകന്മാരെ അവർക്ക് വേണ്ടി നിയമിച്ചു കൊടുക്കുകയാണ്. ഈ അവസരം ഒരു സുവർണാവസരമാണ് എന്ന് മനസ്സിലാക്കി എനിക്കെൻ്റെ ഭാവി ഭാസുരമാക്കാൻ, പുരോഗതിയിലേക്ക് എനിക്ക് കയറിപ്പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്റ്റെപ്പുകളാണ് എൻ്റെ മുമ്പിൽ ഈ കാണുന്നത് എന്ന നിലക്ക് അവൻ നല്ല പരിശ്രമശാലിയായിക്കൊണ്ട് സമയം മുഴുവനും ഉപയോഗപ്പെടുത്തി പഠനത്തിൽ മുഴുകി അവന് മുന്നേറാൻ സാധിക്കണം. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനമുണ്ട്. വിദ്യ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു വിദ്യാർത്ഥിയുടെ സ്ഥാനം അവൻ സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി കൊടുത്തു എന്നാണ് ആ ഹദീസ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന വഇന്നൽ മലായികത തതലഉ അജ്രിഹതഹാ ലിത്വാലിബിൽ ഇൽമി റിളൻ ബിമാ യസ്നഅ. ഒരാൾ വിദ്യ അന്വേഷിച്ച് ഇറങ്ങിയാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി. അള്ളാഹുവിൻ്റെ വിശുദ്ധ മാലാഖമാർ അവരുടെ ചിറകുകൾ ഈ വിദ്യാർത്ഥി ഇറങ്ങിപ്പുറപ്പെട്ട ഈ വിഷയത്തിൽ സംതൃപ്തനായതുകൊണ്ട് അവർക്ക് ചിറകുകൾ മലക്കുകൾ താഴ്ത്തിക്കൊടുക്കുമെന്ന് ഹദീസിൽ നബിതങ്ങൾ പറയുകയാണ്. നാം വിദ്യ അന്വേഷിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടുകൂടി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മുടെ ഓരോ ചവിട്ടടിക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകും. നമ്മുടെ വിജ്ഞാനം ഏറെ ബറക്കത്തുള്ളതാകുകയും ചെയ്യും. അത് നാം പഠിക്കുന്നത് ഏതു വിദ്യയാവട്ടെ ഈ സതുദ്ദേശത്തോടു കൂടിയാകുമ്പോൾ അവനതിന് റബ്ബിൻ്റെ അടുക്കിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. നമ്മുടെ മുമ്പിൽ പുതുതായി വന്ന AI സംവിധാനങ്ങളൊക്കെ നാം അറിയുകയും മനസ്സിലാക്കുകയും വേണം. നമ്മുടെ പഠന പുരോഗതിക്ക് വേണ്ടിയിട്ട് ആ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മദ്രസകൾ, നമ്മുടെ കലാലയങ്ങൾ നമുക്കേറെ പ്രിയപ്പെട്ടതാവണം. നമ്മുടെ ഗുരുനാഥന്മാരോട് നമുക്ക് ആദരവും ബഹുമാനവും ഉണ്ടാകണം. നാം പഠിക്കുന്ന സ്ഥാപനങ്ങൾ അവർ നമ്മളോട് നിർദ്ദേശിക്കുന്ന അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ പാലിച്ചുകൊണ്ടാവണം നമ്മുടെ പഠനവും നമ്മുടെ മുന്നേറ്റവും ഒക്കെ. ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നാം ശിരസാവഹിച്ചുകൊണ്ട് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അനുസരണയുള്ള ഭാവിയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പഠനത്തിൽ മാത്രം മുഴുകി സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ നല്ല പ്രാപ്തരും യോഗ്യരുമായ വിദഗ്ധരായ വിദ്യാർത്ഥികൾ, പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.